വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റോമാലേഖനത്തിൽ നിന്ന് പഠിക്കുവാനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി. ഇട്ട ഫീഡ്ബാക്കിനൊക്കെ വളരെ നന്ദി അറിയിക്കുന്നു. കുറേ അധികം സജഷൻസൊക്കെ ലഭിച്ചു, അതിന് നന്ദി പറയുകയാണ്. കാരണം ഞാനും മിനിസ്ട്രിയിൽ ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങളുടെ ഇൻപുട്ടുകളൊക്കെ എനിക്ക് വളരെ പ്രയോജനമാണ്. സോ എനിക്ക് ചേഞ്ചുകളൊക്കെ വരുത്തുവാനും ഞാനും കറക്ഷൻ പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ട ഒരാൾ തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ തന്ന ഇൻപുട്ടുകൾക്കെല്ലാം വളരെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമ്മൾ പല ആൻസേഴ്സ് വന്നു, ഏതാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി പല ആൻസേഴ്സ് വന്നു. അതിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ദൈവാത്മാവിൻ്റെ ഗൈഡൻസിന് പ്രകാരം മുമ്പോട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞവരുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം പഠിപ്പിക്കണമെന്ന് പറഞ്ഞവരുണ്ട്, സങ്കീർത്തനം പഠിപ്പിക്കണമെന്ന് പറഞ്ഞവരുണ്ട്, വെളിപ്പാട് പുസ്തകം ഉണ്ടായിരുന്നു, പിന്നെ എഫേസ്യ ലേഖനം ഉണ്ടായിരുന്നു, ഫിലിപ്പിയ ലേഖനം ഉണ്ടായിരുന്നു, ഫസ്റ്റ് കൊരിന്ത്യൻസ് ആൻഡ് കൊരിന്ത്യൻസ് അത് പഠിപ്പിക്കണമെന്ന് ഇൻപുട്ടുകൾ നൽകിയവരുണ്ടായിരുന്നു. നിങ്ങൾ തന്ന എല്ലാ ഇൻപുട്ടുകൾക്കും നന്ദി അറിയിക്കണം. നമ്മൾ ഈ ലേഖനങ്ങളെല്ലാം പഠിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ മുമ്പിൽ എടുക്കാൻ ഇടയാകും. ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ മരണം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ എടുക്കുവാൻ തക്കണം. ഞാനും ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വചനം പഠിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനും ആശ്വാസമായി തീർന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം പഠിക്കുവാൻ പോകുന്നത് എഫേസ്യ ലേഖനത്തിൽ നിന്നായിരിക്കും. എഫേസ്യ ലേഖനം വളരെ തിയോളജിക്കൽ ഡോക്ട്രിൻസ് ആൻഡ് തിയോളജിക്കൽ ടീച്ചിങ്സ് വളരെയധികം ഉള്ള ഒരു ലേഖനമാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി സംസാരിക്കുവാനും, വചനം പഠിച്ച് ചുമ്മാതെ ഒരു അക്കാഡമിക് ലെവലിൽ പഠിച്ചു പോകാൻ വേണ്ടിയല്ല ഇത് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിന് ഉദാഹരണത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിടുതലും കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും നൽകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ സമയം തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തീരുമെന്ന് എനിക്കറിയത്തില്ല, ഇൻട്രൊഡക്ഷൻ തീരുമെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. ആൻഡ് സോ എഫേസ്യ ലേഖനം ആരെഴുതിയ ലേഖനമാണ്? അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ്. നമുക്ക് വളരെ അധികം ലേഖനങ്ങളുടെ റാണി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ആഴമേറിയ സത്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. സോ ഇത് ആർക്ക് എഴുതി? എഫേസ്യയിലുള്ള സഭയിലേക്ക് എഴുതാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. പൗലോസ് ഇത് എഴുതിയത് തൻ്റെ റോമിലെ കാരാഗ്രഹത്തിൽ വെച്ചാണ് എഴുതിയത്. സോ പൗലോസിൻ്റെ 2 ടൈപ്പുള്ള എപ്പിസ്റ്റൽസ് ഉണ്ട്. കാരാഗ്രഹ ലേഖനങ്ങളുമുണ്ട്, അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രീഡത്തിൽ അദ്ദേഹമായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളുണ്ട്. സോ ഇത് ഒരു കാരാഗ്രഹ ലേഖനം തന്നെയാണ്. ആൻഡ് ഇത് എഴുതിയത് AD 60-62 ബിറ്റ്വീൻ ആയിട്ടാണ്. AD 60 and 62 ബിറ്റ്വീനാണ് ഇദ്ദേഹം ഇത് എഴുതാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് സഭയിലെ ഐക്യത, ദൈവത്തിലുള്ള അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം. 3 കാര്യങ്ങൾ: ക്രിസ്തുവിലുള്ള ഐക്യത, ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ, പ്രായോഗിക ക്രിസ്തീയ ജീവിതം. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോമാലേഖനം പഠിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് റോമാലേഖന കർത്താവ് എഴുതിയത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പറ്റി തന്നെ ആയിരുന്നു. സോ ഇതിൻ്റെ അവസാനങ്ങളിൽ നാം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ ഇത് താൻ പ്രിസണിൽ വെച്ച്, കാരാഗ്രഹത്തിൽ വെച്ചാണ് എഴുതിയത് എന്നുള്ളതിനെ പറ്റി ഈ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഞാൻ ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു എന്നൊരു വാക്യം അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 4-ാമത്തെ അധ്യായം 1-ാം വാക്യം, 6-ാമത്തെ അധ്യായം 20-ാം വാക്യം, ഇങ്ങനെയൊക്കെ നമ്മൾ വാക്യങ്ങൾ വായിക്കുന്ന ഉടനെ അവിടെ കാണുന്നുണ്ട് പൗലോസ് താനൊരു ബദ്ധനായിരുന്നു, അല്ലെങ്കിൽ താനൊരു അടിമയായി മാറി എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. സോ പ്രിസണിൽ വെച്ച് എഴുതിയ ഒരു എപ്പിസ്റ്റലാണ് എഫേസ്യർ എഴുതിയ ലേഖനം. സോ ആർക്ക് എഴുതി എന്നുള്ള കാര്യമാണ് പറഞ്ഞു. എഫേസ്യയിലുള്ള വിശ്വാസികൾ. ഞാൻ നെക്സ്റ്റ് വീക്ക് നമുക്കൊരു മാപ്പൊക്കെ ഉണ്ടാകും. ഇന്ന് ഈ പ്രാവശ്യം PPT ഒരു ഇൻപുട്ടായിരുന്നു. PPT ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അതൊരു ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ എഫേസ്യയിലുള്ള സഭയ്ക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. സോ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ വാക്യങ്ങളൊന്നും നമ്മൾ വായിക്കത്തില്ല. പകരം അപ്പോസ്തല പ്രവൃത്തി ആയിരിക്കും നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുന്നത്. സോ അപ്പോസ്തല പ്രവൃത്തി 19-ഉം 20-ഉം അധ്യായങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. സോ എഫെസസ് പട്ടണം, ഇതിനെപ്പറ്റി നാം പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫേസ്യയിലുള്ള സഭകൾക്കാണ് എഴുതിയത്. അപ്പോൾ എഫേസ്യ എന്നുള്ള എഫെസസ് എന്നുള്ള ആ പട്ടണത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അന്ന് കാലത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പട്ടണമായിരുന്നു എഫേസ്യ പട്ടണം എന്ന് പറയുന്നത്. അവിടെ എല്ലാവിധമായ ട്രേഡുകളും എല്ലാവിധമായുള്ള ചരക്കുകളൊക്കെ വന്നു പോകുന്ന ഒരു പ്രോമിനൻ്റ് ലൊക്കേഷനായിരുന്നു എഫെസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിരുന്നു. പല രീതിയിൽ നമ്മൾ ഇന്ന് കാനഡ എന്ന് പറയുമ്പോൾ മൾട്ടി കൾച്ചറലാണ്. ഇന്ത്യക്കാരുണ്ട്,
പാകിസ്ഥാനികളുണ്ട്, ഏഷ്യൻസ് ഹാസ് എ ഹോൾ, എല്ലാ കമ്മ്യൂണിറ്റീസ്, പോളിഷ് ഉണ്ട്, സ്വീഡിഷ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ആരൊക്കെ ഉണ്ടോ ഈ ലോകത്ത് എവിടെയൊക്കെ ആളുകളുണ്ടോ അവിടെ നിന്നെല്ലാം ആളുകൾ കാനഡയിൽ ഉണ്ട്. അതുപോലെ അന്ന് സമ്പൽ സമൃദ്ധിയിൽ നിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു എഫെസസ് എന്ന് പറഞ്ഞ പട്ടണം. സോ അവിടെ മൾട്ടി കൾച്ചറലായിട്ടൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. സോ അന്നത്തെ നമുക്കറിയാം 7 വണ്ടേഴ്സ് എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയാമല്ലോ, 7 മഹാത്ഭുതങ്ങൾ എന്നൊരു കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലം, ടെമ്പിൾ ഓഫ് ഡയാന, അർത്തമീസ് ദേവിയുടെ ഒരു ടെമ്പിള് അന്നത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. സോ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രയും ടൂറിസ്റ്റ് അട്രാക്ഷനും ഉൾപ്പെടെ ഉള്ള ഒരു സ്ഥലമായിരുന്നു എഫെസസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആളുകളൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അസാൻമാർഗികതകളും ഇതോടൊപ്പം തന്നെ വർദ്ധിച്ചു വന്നിരുന്ന ഒരു പട്ടണമായിരുന്നു എഫെസസ്. സമ്പൽ സമൃദ്ധി ഉണ്ട്, നല്ല കാര്യം. ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്, വളരെ നല്ല കാര്യം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാപവും പെരുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു എഫെസസ് എന്നുള്ള പട്ടണം. ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ അന്ന് അവിടെ വളരെയധികം ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഊഹിക്കാം എല്ലാ രീതിയിലും ടോപ്പ് ലിസ്റ്റിൽ വന്ന ഒരു സ്ഥലമായിരുന്നു എഫെസസ് പട്ടണം. എഫെസസിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടല്ലോ. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എഫെസസ് എന്നുള്ള ഈ ഒരു സിറ്റിയിലേക്ക് സുവിശേഷം എത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ സുവിശേഷം അവിടെ എത്തി, അതെങ്ങനെ എത്തി, എപ്പോഴെത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. സോ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. അതുപോലെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ടെമ്പിളിൽ പോയി അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ കയറി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആരും വന്നവനെ പിടിക്കത്തില്ല. പണ്ട് നമ്മൾ പഴയ നിയമം വായിക്കുന്നതുകൊണ്ടേ ഒരു കാര്യമുണ്ട്, റെഫ്യൂജ് സിറ്റീസ്. അതുപോലെ തന്നെ ഇവരും ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഒരു സോർട്ട് ഓഫ് റിസോർട്ടായിരുന്നു ഈ അർത്തമീസ് ദേവിയുടെ ടെമ്പിൾ. സോ പാപത്തിൽ തുടരുവാനുള്ള ലൈസൻസ് ഏറ്റവും അധികം കിട്ടിയ ഒരു സ്ഥലം തന്നെയായിരുന്നു എഫെസസ് പട്ടണം. അവിടേക്ക് സുവിശേഷം എത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എഫെസസ് പട്ടണത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് എത്ര പ്രാവശ്യം എഫെസസ് പട്ടണത്തിലേക്ക് വന്നിട്ടുണ്ടാവും? പൗലോസ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടാവും? 3 വട്ടം പൗലോസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ വിസിറ്റ് അറൗണ്ട് AD 50 സോ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 18-ന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊന്ന് വായിച്ച് സഹായിക്കാമോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇവിടെ എഫെസസിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പൗലോസ്, അല്ലെങ്കിൽ അവിടെ ഒത്തിരി നാൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പൗലോസ്. അതിന് മുമ്പുള്ള വാക്യം നിങ്ങൾ കാണുന്നുണ്ട്. എന്തിനാണ് പൗലോസ് അവിടെ പോയെന്ന്? തല ക്ഷൗരിച്ച് ഒരു വ്രതമുണ്ടായിരുന്നു, അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് താൻ ആ പട്ടണത്തിലേക്ക് പോകാൻ തക്കണം ഇടയാത്തിരുന്നത്. സോ ആ മിഷണറി, അത് സെക്കൻഡ് മിഷണറി ജേർണിയിലാണ് ഇത് നടക്കുന്നത്. സോ അന്ന് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സീലാസ്, തിമോത്തി ആൻഡ് ലൂക്ക്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു അക്വിലാവും പ്രിസ്കില്ലയും. സോ അവരായിരുന്നു പിന്നെ ആ ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നത്. ആൻഡ് നമുക്കറിയാം അതിന് മുമ്പത്തെ അധ്യായം 16-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുന്നുണ്ടേ ആസിയയിലേക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കുവാൻ തക്കൊണ്ട് ഇടയായി. സോ അവിടെ വിലക്കിയ ഒരു അനുഭവത്തിൽ നിന്ന് തൻ്റെ വ്രതം പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ ദൈവസഭയിൽ എടുത്തൊരു വാവ് പൂർത്തീകരിക്കുവാൻ വേണ്ടി 18-ാം അധ്യായത്തിൽ പൗലോസ് എത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആൻഡ് പൗലോസ് അവിടെ എന്തോ ചെയ്തു, അക്വിലാസിനെയും പ്രിസ്കില്ലയും അവിടെ വിട്ടേച്ച് പൗലോസ് അവിടെ നിന്ന് തിരിച്ച് പോയി. എവിടേക്കാണ്? യെരുശലേമിലേക്ക് പോയി ആ സെക്കൻഡ് മിഷണറി ജേർണി അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ തക്കോണം ഇടയായിത്തീർന്നു. പൗലോസിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു എഫെസസിൽ വന്ന് അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സോ അങ്ങനെ നാളുകൾ കഴിഞ്ഞു. പൗലോസ് തൻ്റെ 3-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ അവിടെ പൗലോസ് എഫെസസ് പട്ടണത്തിൽ വരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ ആ പ്രാവശ്യം പൗലോസ് 3 വർഷത്തോളം ആ പട്ടണത്തിൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഇത് വളരെ ജനറലായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ഒത്തിരി ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ ഇതെല്ലാം ദൈവവചനത്തിൽ നാം കാണുന്ന കാര്യങ്ങളാണ്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. സോ ഇത് നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിലാണ് ഇത് നടക്കുന്നത്. AD 53 മുതൽ 56 വരെയുള്ള
സമയങ്ങളാണ് നടക്കുന്നത്. ഈ സമയത്ത് 3 പ്രധാന കാര്യങ്ങളാണ് ഈ 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒന്ന്, യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചിരുന്ന ചിലരെ സ്നാനപ്പെടുത്തുവാൻ പൗലോസിന് പറ്റി. 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചിരുന്ന പലരെയും സ്നാനപ്പെടുത്തി. 2, തുറാനോസിൻ്റെ പാഠശാലയിൽ ഏകദേശം 2 വർഷത്തോളം വചനം പഠിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. യഹൂദന്മാരെയും യവനന്മാരെയും വചനം പഠിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, എഫെസസ് പട്ടണം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ആളുകൾ കേൾക്കുന്നവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെല്ലാം സുവിശേഷം കേൾക്കുവാൻ അവസരം. സോ 2 വർഷത്തോളം പൗലോസ് അവിടെ വചനം സംസാരിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. 3, അവിടെ ഒത്തിരി മിറക്കിൾസ് നടന്നു, ഒത്തിരി ഹീലിങ്സ് നടന്നു, ആൻഡ് അവിടെ വലിയൊരു റയറ്റും ഉണ്ടാകാൻ തക്കോണം ഇടയായിത്തീർന്നു. സോ 3 കാര്യങ്ങളാണ്. ഒന്ന്, യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചിരുന്ന ചിലരെ സ്നാനപ്പെടുത്തുവാൻ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, പിതാപുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. 2, തുറാനോസിൻ്റെ പാഠശാലയിൽ, ടൈറേനിയസ് എന്ന ആ വ്യക്തിയുടെ പാഠശാലയിൽ 2 വർഷത്തോളം സുവിശേഷം പറയുവാൻ തക്കോണം അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ തക്കോണം അവസരങ്ങളുണ്ടായി. 3, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അതോടൊപ്പം തന്നെ ഒരു പെർസിക്യൂഷനും ആ വ്യക്തി പൗലോസ് ഫേസ് ചെയ്യാൻ തക്കോണം ഇടയായിത്തീർന്നു. വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. പൗലോസ് അവിടെ നിന്ന് ആ 2 വർഷത്തിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോയി. 3ാമത്തെ മിഷണറി യാത്രയുടെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി തേർഡ് മിഷണറി ജേണി, പൗലോസ് കെയിം ബാക്ക് ടു എഫെസസ്. എഫെസസിലേക്കല്ല വന്നത്, മിലേത്തോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ എത്തിയത്. നമുക്ക് അത് കാണുന്നത് 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം അവിടെ കാണുന്നു. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. സോ പൗലോസ് 3ാമതായിട്ട് ഇവരുടെ വ്യക്തികളോടല്ല, അവിടുത്തെ ലീഡേഴ്സിനോടാണ് ഇടപെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? ആരും ഉറങ്ങരുത്. ആദ്യത്തെ മിഷണറി ജേണിയിൽ തൻ്റെ തല ക്ഷൗരം ചെയ്യാൻ വേണ്ടിയുള്ള വ്രതം പൂർത്തീകരിക്കുവാൻ വേണ്ടി എഫെസസിലെത്തി. 2, തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ 3 വർഷത്തോളം താൻ സമയം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം. ആ 3ാമത്തെ മിഷണറി യാത്രയിലാണ് 2 ഘട്ടങ്ങളായിട്ടാണ് പൗലോസ് എത്തുവാനിടയായിത്തീർന്നത്. സോ 2ാമത്തെ ഘട്ടമായിരുന്നു എഫെസസിലുള്ള ലീഡേഴ്സിനോട് എവിടെ എത്താൻ പറഞ്ഞു? എവിടോട്ടെത്താനാണ് പറഞ്ഞേ സഹോദരന്മാരെ? മിലേത്തോസിലെത്താൻ പറഞ്ഞു. എല്ലാവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ. മേക്ക് ഷുവർ യു ടേക്ക് ദ ബൈബിൾ. ഇവിടെ വാക്യം വായിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കത്തില്ല. വേറൊരു സഹോദരൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ബൈബിൾ വോയിസ് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കണം. വചനം എടുത്ത് വായിക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ എന്നുള്ളൊക്കെ ഒരു കാര്യമൊക്കെ ഇടയ്ക്കൊക്കെ നോക്കുന്നത് നല്ലതാണ്. അതൊക്കെ അവിടെ ഉണ്ടോ അതോ ചെതലരിച്ചോ എന്നൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ്. സോ അതുകൊണ്ട് മേക്ക് ഷുവർ എവ്രി വൺ ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യണം. അവർക്ക് അപ്പോസ്തല പ്രവൃത്തി എടുത്തു കൊടുത്ത് എന്ന് കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. സോ എല്ലാവരും എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടല്ലോ. ബൈബിൾ ഒന്ന് പൊക്കി പിടിക്കാമോ? ഓക്കെ. മേക്ക് ഷുവർ എവ്രി വൺ ഷുഡ് ബ്രിങ് ദെയർ ബൈബിൾസ്. ബൈബിള് ചർച്ചിൽ കൊണ്ടുവരണം. ഞാൻ വഴക്കായിട്ടല്ല പറഞ്ഞ ബുദ്ധിയോപദേശമാണ്. ഓക്കെ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. സോ പൗലോസ് 20-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മിലേത്തോസിൽ എഫെസസിലുള്ള ആളുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ പ്രസംഗം ആരംഭിക്കുക. ഇത്രയും പറഞ്ഞ് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമായിരുന്നു. സോ അവിടെ പൗലോസ് ഈ എൽഡേഴ്സിനോട് സംസാരിക്കുന്ന വളരെ ഹൃദയഭേദകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പൗലോസ് തൻ്റെ എഫേർട്ടുകൾ മുഴുവൻ ഇട്ട് 3 വർഷത്തോളം, ഏകദേശം 2.5 വർഷത്തോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവസാന നാളുകളിലാണ് ഈ കമ്മ്യൂണിറ്റിയിലെ ലീഡേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ വന്ന് എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. സോ അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്. വേഴ്സ് 18 പറയുന്നൊരു കാര്യം ഇതാണ്. 19, വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവിടെ ഞാൻ നിർത്തുകയാണ്. സോ പൗലോസ് പറയുകയാണ്, സുവിശേഷം താൻ എങ്ങനെയാണ് അറിയിച്ചത്? 1, താഴ്മയോടും കണ്ണുനീരോടും. സുവിശേഷം നാം അറിഞ്ഞപ്പോൾ നമ്മുടെ നിഗളമാണ് ആദ്യം എടുത്തു മാറ്റപ്പെടേണ്ടത്. ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ ഉള്ളിൽ എനിക്കെല്ലാം നേടാമെന്നുള്ളൊരു ഒരു അഹങ്കാരമുണ്ട്, ഒരു അഹന്തയുണ്ട്. ഇത് ആദ്യം എടുത്തു മാറ്റപ്പെട്ടിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് ആദ്യം നടന്ന മാറ്റം. അപ്പം അത് നാം പ്രഘോഷിക്കുമ്പോൾ, സുവിശേഷം നാം പറയുമ്പോൾ വിനയവും താഴ്മയും നമുക്കുണ്ടാകണം. പൗലോസിനെ പോലെ ഇത്രയധികം ജ്ഞാനവും പുകഴ്ചയും പറയുവാനുള്ള വ്യക്തി വേറെ ആരുമില്ല.
പക്ഷെ പൗലോസ് പറയാണ്, ഞാൻ അത്രയും നിഗളിച്ചൊന്നും അല്ല നിങ്ങളെടുത്ത് വന്നത്, വളരെ താഴ്മയോടും വളരെ സിമ്പിളായിട്ടും. പക്ഷേ അത് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് വളരെ കണ്ണുനീരോടും കൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൈവദാസൻ്റെ വിഷമമാണ്, അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ പറ്റിയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത്, സുവിശേഷം നിങ്ങളോട് വചനം സംസാരിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടൊരു കാര്യമല്ല. ഇതിനകത്ത് ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി വചന പഠനങ്ങളൊക്കെ നടത്തിയിട്ടാണ്. ഞാൻ ഇതിനകത്ത് ഒരു മേനി പറയാൻ വേണ്ടിയല്ല, ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എഫേർട്ടുകളാണ് ദേവദാസന്മാർ ഇടുന്നത്. സോ അതിനെ ആ റെസ്പെക്റ്റ് ദേവദാസന്മാരെക്കാൾ അപ്പുറമായി ദൈവത്തിന് റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ ആ വചനം സ്വീകരിക്കുമ്പോൾ എത്രയും എഫേർട്ട്, എത്രയും പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളോട് ആ വചനം സംസാരിക്കുന്നുള്ളൊരു ബോധ്യം ഈ വചനം റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ ഇങ്ങനെ ചാറ്റ് GPT ഇട്ടാൽ കിട്ടത്തില്ല. ചാറ്റ് GPT ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം സോങ് ഒക്കെ കിട്ടുമായിരിക്കും, വചനം കിട്ടുമായിരിക്കും. പക്ഷേ അതിനകത്ത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നത് നാം മിസ് ഔട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ഹല്ലേലൂയ. സോ ദേവദാസന്മാരെ പറ്റി മാത്രമല്ല പറയും, ഇവിടെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഓരോ വ്യക്തികളും, ഇവിടെ പാട്ടുകൾ പാടുന്നവർ, പാട്ടുകൾ ചൂസ് ചെയ്യുന്നത്, ഇതൊക്കെ അതിനു മുമ്പ് വചനം വായിക്കുന്നത്, വചനം പറയുന്നത്, അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവരെല്ലാം പറയുന്നത് അതിന് പിന്നിലൊരു പ്രിപ്പറേഷനുണ്ട്. സുവിശേഷം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് അതിന് പിന്നിലൊരു പ്രിപ്പറേഷനുണ്ട്. അവർ ദേ ആർ ടേക്കിംഗ് ആൻ എഫേർട്ട് ടു ഡു ദിസ് മിനിസ്ട്രി. സോ മേക്ക് ഷുവർ യു ടോക്ക് ടു ദം ആൻഡ് മേക്ക് ഷുവർ യു എംബ്രേസ് ദം ആൻഡ് മേക്ക് ഷുവർ യു പ്രേ ഫോർ ദം. ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൗലോസ് പറയാണ്, ഞാൻ വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ. 3 കഷ്ടവും പൗലോസ് അവിടെ ഫേസ് ചെയ്യാൻ തക്കണം ഇടയാത്ത. സുവിശേഷത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ല. ഹല്ലേലൂയ. വളരെ ഈസി ക്രിസ്ത്യനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പക്ഷെങ്കിൽ ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് പ്രീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്, യു വിൽ ഫേസ് questions and you will face persecutions. Hallelujah. So ആ ഒരു കോളാണ് നമ്മെ പറ്റി ദൈവത്തിന് നമ്മോട് ഉള്ളത്. സോ അവിടെ പറയുകയാണ്, ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അനുകാരിയായി ഞാൻ നിന്നതുപോലെ നിങ്ങളെയും ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളും ആസ് എ ലീഡർ ഓഫ് ദ ചർച്ച് ഇൻ എഫെസസ്, we have to preach the gospel with humility and with great tears. And you have to endure through the persecution that you will face in the city. Hallelujah. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭയിൽ നാം ആയിരിക്കുമ്പോൾ സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ഒരാഗ്രഹം, ഒരു ആവശ്യം നമ്മുടെ മേൽ കിടക്കുന്നു, ആ ഒരു നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സോ സുവിശേഷം അറിയിക്കുമ്പോൾ നിഗളത്തോടെ എഴുത്, വളരെ താഴ്മയോടും വളരെ വിനയത്തോടും വളരെ കണ്ണുനീരോടും കൂടെ വേണം നാം സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുക. സ്ട്രീറ്റുകൾ ഇവാഞ്ചലിസം നടത്തുന്നുണ്ടേ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, ഞാൻ കൊടുക്കുന്ന ട്രാക്റ്റ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും എന്നോട് സംസാരിക്കുവാൻ, ഒരു വ്യക്തിയെങ്കിലും എന്നോട് പ്രാർത്ഥന അപേക്ഷിക്കുവാനുള്ള അവസരം കർത്താവേ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. വേഴ്സ് 24 അദ്ദേഹം തൻ്റെ ആ ഒരു പാഷനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വേഴ്സ് 24 പറഞ്ഞു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. താഴ്മയുണ്ട്, കണ്ണുനീരുണ്ട്, പെർസിക്യൂഷൻ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതം ജീവൻ പോയാലും ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്, ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ക്രൈസ്റ്റ് ടു ബി ഗ്ലോറിഫൈഡ് ത്രൂ മൈ ലൈഫ്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കർത്താവിന് വേണ്ടി നിൽക്കുമ്പം മറ്റേ ബോംബ് പൊട്ടുന്ന പോലെ ഒരു ദിവസം ജീവിച്ചുള്ളെങ്കിലും റിയൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, ആ ആത്മിക ലെവലിലേക്ക് നാം സഭയായി വളർന്നു വരുവാൻ തക്കോണം ഈ വർഷത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആൻഡ് പൗലോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന് മുമ്പത്തെ വാക്യത്തിലാണ്, സോറി ഞാനത് വിട്ടുപോയായിരുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ എന്നൊരു വാക്കതിനകത്ത് പറയുന്നത്. 24-ാം വാക്യം തന്നെ, എൻ്റെ പ്രാണി വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ ഉള്ളൂ. പൗലോസ് പറയുകയാണ്, എനിക്ക് എൻ്റെ ഓട്ടം സ്ഥിരതയോട് ഓടി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള ആ ആഗ്രഹം മാത്രമേ എൻ്റെ ഉള്ളിൽ ഉള്ളെന്നാണ് പൗലോസ് അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. സോ ജനം കേൾക്കുന്നത്, ജനം ആഗ്രഹിക്കുന്നത്, സംസാരിക്കുന്നതല്ല പൗലോസ് അവിടെ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആ വേദനയോടെ, ആ ബേർഡനോട് കൂടെയാണ് സുവിശേഷം താൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. സോ വേഴ്സ് 28, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ
പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ച് കൊള്ളുവിൻ. സോ ടേക്ക് ഹീഡ് ടു യുവർ സെൽഫ് ആസ് എ എൽഡർ, ആസ് എ പാസ്റ്റർ, ആസ് എ മിനിസ്റ്റർ ഓഫ് ദിസ് ചർച്ച്. വി ഹാവ് ഹൈ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുവാൻ വേണ്ടിയല്ല സഭയിൽ നാം വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ച് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത സഭയെ പരിപാലിക്കുമ്പോൾ അതിനൊരു വില, അതിനൊരു ബേർഡൻ നമ്മുടെ ഉള്ളിലുണ്ടും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ആൻഡ് 2 things. The sheep need to remember that God has appointed shepherds to feed and lead them. വിശ്വാസികൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്താൽ ആക്കപ്പെട്ടവരാണ് ഇവിടെ ശുശ്രൂഷകന്മാരായി നിൽക്കുന്നതെന്നുള്ള കാര്യം ജനം മനസ്സിലാക്കണം. 2, ഇടയന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. The flock belongs to God and not to them. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ജനം മനസ്സിലാക്കണം ദൈവത്താൽ ആക്കപ്പെട്ട ശുശ്രൂഷകനാണ് ഇവിടെ നിൽക്കുന്നതെന്നും, ശുശ്രൂഷകൻ മനസ്സിലാക്കണം ഈ ജനം എൻ്റെ സ്വത്തല്ലെന്നും, ദൈവത്തിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണെന്നുള്ള ബോധ്യം. ഈ 2 കാര്യങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് സഭയിൽ ഹാർമണി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. സോ എനിക്കൊരിക്കലും പറയാനൊക്കത്തില്ല ഇത് എൻ്റെ ചർച്ച എന്ന് പറയാനൊക്കത്തില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് പേ എനി പ്രൈസ് ടു റിഡീം ദി ചർച്ച്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പൈസ കൊടുത്തൊക്കെ ആ പാസ്റ്റർമാരെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്റ്ററെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കുക. 3 വർഷം കൂടുമ്പോഴേ ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഒക്കെ നടത്തി അങ്ങനെയുള്ള സഭ പരിപാടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്താൽ ആക്കപ്പെട്ട ശുശ്രൂഷകന്മാർ സഭയെ ലീഡ് ചെയ്യപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സഭ ഇന്റേണലി കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകും തൊക്കൊണ്ടിടയാത്തി. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്സ്. ഈ 2 കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. ഏജ് എനിക്ക് കുറവായിരിക്കും, എക്സ്പീരിയൻസ് കുറവായിരിക്കും, പക്ഷേ ദൈവത്താൽ ആക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണെന്നുള്ള കാര്യം ഞാനും മറന്നു പോകാതിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ബഹുമാനം എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ തക്കോണം ഇടയാത്തി. സോ മേക്ക് ഷുവർ ഇറ്റ് ഗോസ് ഇൻ 2 ways. ഷെപ്പേർഡ്സ് മനസ്സിലാക്കണം ഇത് എൻ്റെ അല്ല എന്നും, വിശ്വാസികൾ മനസ്സിലാക്കണം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്താൽ ആക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ശുശ്രൂഷ, എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നുണ്ട്. നോ, എൻ്റെ മിനിസ്ട്രി അല്ല. ദൈവം തന്നതുകൊണ്ട്, ദൈവകൃപയാൽ ദൈവം ചൂസ് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുന്നു. പാടുവാനുള്ള കൃപ ദൈവം തന്നു, പിയാനോ വായിക്കാനുള്ള ദൈവകൃപ നൽകൂ. അതാരും കഴിവുകൾ കണ്ടിട്ടല്ല, പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ. ചില ആൾക്ക് പാട്ടുവാനുള്ള കഴിവില്ലായിരിക്കും, പക്ഷെ പാട്ടിലൂടെ ഒരു ആത്മശക്തി വ്യാപരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ സ്കിൽ, ഇറ്റ്സ് അബൌട്ട് ദ അപ്പോയിൻമെന്റ് ഓഫ് ഗോഡ് ദാറ്റ് മാറ്റേഴ്സ് ഇൻ ദ മിനിസ്ട്രി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നാം മുന്നേറുമ്പോൾ, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനനുസരിച്ച് നാം വിധേയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ കാണുവാൻ തക്കോണം ഇടയായിത്തീരും. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. വേഴ്സ് 29 കാണുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. സോ പൗലോസ് പറയാണ്, ഇത്രയും നാൾ നിങ്ങൾ എഫെസസിലുള്ള സഭ വളരെ നന്നായിട്ട് പോവുകയാണ്. ഓക്കെ ആണോ അവിടെ? ഓക്കെ, വളരെ സന്തോഷമായി പോവുകയാണ്. പക്ഷെങ്കിൽ ഇത് കഴിയുമ്പോൾ ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരുവാൻ തക്കോണം ഇവിടെ എത്തുന്നു. സോ പൗലോസ് പറഞ്ഞ കാര്യം, ഡേഞ്ചർ ഫ്രം ഔട്ട്സൈഡ്. അവർ ചെയ്യുന്ന കാര്യം എന്താണ്? ശിഷ്യന്മാരുടെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനും വിപരീതോപദേശം പ്രസ്താവിക്കുവാനും പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ 2 കാര്യങ്ങൾ. അവർ യഥാർത്ഥമായി യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ ഫോളോ ചെയ്യുന്നവരെയും വലിച്ചു കളഞ്ഞിട്ട് അവരുടെ ഫോളോവേഴ്സ് ആക്കുവാൻ ശ്രമിക്കുന്ന വലിയ ഒരു കൂട്ടം എൽഡേഴ്സ് അല്ലെങ്കിൽ ചെന്നായ്ക്കൾ, കൊടിയ ചെന്നായ്ക്കൾ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് വേറെ എവിടെ നിന്നും എഴുന്നേൽക്കും എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ, എഫെസസിലുള്ള സഭയെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ എഴുന്നേൽക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. പൗലോസ് അതിനുള്ള ആൻറ്റിഡോട്ട് 30ാമത്തെ വേഴ്സിൽ കാണുന്നു. 31 അതുകൊണ്ട് ഉണർന്ന് ഇരിക്കുവിൻ. ഹല്ലേലൂയ. ആസ് എ ചർച്ച്, ആസ് വി ആർ ഗ്രോയിങ്, വി ഷുഡ് ബി വാച്ച്ഫുൾ. നമ്മൾ വളരെ ഉണർന്നിരിക്കണം. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിരൂപണങ്ങളെയും നാം ഗാർഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ കേൾക്കുന്ന ദൈവവചനങ്ങളെല്ലാം തന്നെ നാം വീട്ടിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണം, അത് അങ്ങനെ തന്നെയാണ്. ഇവ ഞാൻ പറയുന്ന വചനമാണെങ്കിൽ പോലും
പോയി ചെക്ക് ചെയ്യണം. ഇത് ഇങ്ങനെ തന്നെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഉണ്ട്. ആൻഡ് വേഴ്സ് 31 കാണുന്നു, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തം കൊണ്ടും ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്താലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. സോ പൗലോസിൻ്റെ ആ ഒരു വേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും ദൈവദാസന്മാരുടെ പദ്ധതിയാണ് എഡിഫിക്കേഷൻ, സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള റിമൈൻഡേഴ്സാണ് പൗലോസ് നമ്മൾ ഓരോരുത്തരും നൽകുന്നത്. 2 ഇൻഹെറിറ്റൻസ് ആൻഡ് ഗ്രേസ് ഓഫ് ഗോഡ്. 3 കാര്യങ്ങൾ: എഡിഫിക്കേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ റീസൺ എന്ന് വെച്ചാൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് എഫേസ്യ ലേഖനത്തിൽ നാം കാണുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞു, സഭ വളർന്നു, പക്ഷേ സഭ ആത്മീക പാപ്പരത്വത്തിലേക്ക് കൂപ്പുകുത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വന്നു. അവരുടെ ഇടയിൽ നിന്ന് ദുരുപദേശങ്ങൾ വരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ എലീറ്റ് ക്ലാസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആത്മീക പാപ്പരത്വത്തിലേക്ക് ഈ സഭ പോകുവാൻ തക്കോണം ഇടയായിത്തീർന്നു. പൗലോസ് അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം എഴുതുന്നത്. എന്തിനു വേണ്ടിയാണ്? അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലെ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളും തന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്നും മടങ്ങി വരണം. അതാണ് പൗലോസിൻ്റെ ആ 1-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ താൻ എംഫസൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളാണ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാണ് താൻ ആ പാസേജ് സ്റ്റാർട്ട് ചെയ്യാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. ആ പാസേജ് 5 അധ്യായങ്ങൾ 6 അധ്യായങ്ങൾ 5 അധ്യായമുണ്ടെന്ന് തോന്നുന്നു. 6 അധ്യായങ്ങളുണ്ട്. ആ 6 അധ്യായങ്ങൾ നാം പഠിച്ചതിന് ശേഷം നാം ചെക്ക് ചെയ്യണം, നാം എവിടെയാണ്, ഈ ആത്മീക പാപ്പരത്വത്തിലാണോ അതോ ആത്മീകരായി സമ്പന്നന്മാരായിട്ടാണോ നാം മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നാം ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. സോ ആൻഡ് ഫാസ്റ്റ് ഫോർവേഡ്, വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം 34 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലെറ്റർ ഒരാൾ എഴുതാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ആരാണ് ആ ലെറ്റർ എഴുതിയത്? 34 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ ഒരു ലെറ്റർ എഴുതാൻ തക്കണം ഇടയായിത്തീർന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? ആ ഒരു പാസേജ് വായിച്ച് സഹായിക്കാമോ? യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അവിടെ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ആ അധ്യായത്തിൽ വെളിപ്പാടിൽ കാണുകയാണ്. അദ്ദേഹം അവരോട് പറയുകയാണ്, നിങ്ങൾ നല്ല പ്രവൃത്തിയൊക്കെ ഉണ്ട്, നിങ്ങൾ നല്ല പ്രയത്നമൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ആത്മീക പാപ്പരത്വത്തിൽ നിന്ന് നിങ്ങൾ നല്ലതായി മാറി. പക്ഷെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ മിസ് ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നു. ആദ്യ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർബർട്ടാച്ചാനും എബി ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ തിരിച്ച് ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. എനിക്കൊന്ന് 31-ാമത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് ഈ വാക്യം. അപ്പോൾ ഞാൻ വീണ്ടും കൺഫേം ചെയ്തു, ഇത് പറയാനുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ കൺഫേം ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതുകൊണ്ട്, ആദ്യ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം അദ്ദേഹം അവിടെ പറയുവാൻ തക്കണം ഇടയായിത്തീർന്നു. സോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ ഒത്തിരി പ്രൊജക്ട്സ് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ആർ വി ഫൗണ്ടഡ് ഇൻ ദി ലവ് ഓഫ് ഗോഡ്? ആ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ആണോ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കാൻ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതത്തിൻ്റെ ചുവടുകൾ വെച്ച ദിവസങ്ങളിലുണ്ടാ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ബഹുമാനവും ദൈവത്തോടുള്ള ആദരവും എവിടെയായിരിക്കുന്നു?
ചർച്ചിൽ വന്നിരുന്നു, ആരാധിക്കുന്നു, തിരിച്ചു പോകുന്നു, എല്ലാം കുഞ്ഞുകളി പോലെയായി മാറിപ്പോയോ? വന്നില്ലേലും കുഴപ്പമില്ല, കൂടി വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചിട്ട് മോനെ ഓക്കെ ആണോ എന്നൊരു ചോദ്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത് കൊണ്ട് മാത്രം ആരും സഭയെയും ചർച്ച ആരാധനകളെയും, ഇത് സൺഡേ വർഷിപ്പിനെ പറ്റി മാത്രമല്ല പറയുന്നത്, സൺഡേ സർവീസിനെ പറ്റി മാത്രമല്ല, ഓരോ കൂട്ടായ്മകളിലും നാം ദൈവത്തിൻ്റെ സ്നേഹം നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണ്? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടോ? വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതൊരു ചടങ്ങുകൾ പോലെ ആയി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ സഹിഷ്ണുതയുണ്ട്, നീ സഹിക്കുന്നുണ്ട്, പെർസിക്യൂഷനൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ദേ ലാക്ക് ദ ഫൗണ്ടേഷൻ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഒക്കെ ഉണ്ട്. പക്ഷേ സ്നേഹമില്ലെങ്കിൽ, അതിനെപ്പറ്റി 1 കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നാം കാണുന്നുണ്ട്, സ്നേഹമില്ലാത്ത അവസ്ഥയിൽ നാം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്ന് നാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മാനസാന്തരപ്പെട്ട സഭയോടാണ് പറയുന്നത്. വിശ്വാസത്തിൽ മുന്നേറുന്ന ത്രൈവിംഗ് ആയിട്ടൊരു സഭയോടാണ് പറയുന്നത്, സഭയെ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ലോകത്തിൻ്റെ സ്നേഹം, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടേണ്ട അവസ്ഥ നമ്മുടെ ഉള്ളിലും വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ,